പറ. ആ പൊന്നുമണി ഇനി ഇവിടെ വരില്ല. അതിനുള്ള വഴി ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എടോ സ്വാമി, തനിക്ക് അവളെ പറ്റി അറിയാൻ പാടില്ലാത്തതുകൊണ്ടാ താനിങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നു. തൊട്ടാൽ തൊട്ടവന്റെ തലയിലാവുന്ന ഇനവാ. ഇനിയിപ്പോ നമ്മൾ അവളെ സഹായിക്കാൻ ചെന്നാൽ അവൾ നമ്മളെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. പൊന്നുമണി ഇവിടെ വരുന്നതിലല്ല സാറേ, അവളുടെ കൂടെ ഉള്ളവർ അത്ര ശരിയല്ല. ശരവണൻ പുറത്തിറങ്ങി, ശരത്തുമായിട്ട് അവൾക്ക് ബന്ധമുണ്ട്. തങ്കച്ചി അവളുടെ സുഹൃത്ത, ചന്ദ്ര സുഹൃത്ത എന്ന് വെച്ചാൽ ആരൊക്കെയാണോ സാറിനെതിരെ അല്ലെങ്കിൽ നിരഞ്ജൻ സാറിനെതിരെ അവരൊക്കെ അവളുടെ പരിചയത്തിലുണ്ട്. സ്വാമി, പറയാവുന്നതിന്റെ പരമാവധി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയൊക്കെ അവരുടെ ഇഷ്ടം. ഓരോരോ അനുഭവങ്ങൾ വരുമ്പോൾ പഠിക്കുമല്ലോ. പഠിച്ച അവർക്ക് കൊള്ളാം, അല്ലെങ്കിൽ ദോഷം അവർക്ക് തന്നെ. എന്നാൽ ഇതിനെന്താ പരിഹാരം എന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ സാർ. എന്നേക്കുമായിട്ട് അവളെ ഒഴിഞ്ഞു പോകണം. അതാണ് വേണ്ടത് സാർ. നിക്ക്, നീ എവിടേക്ക് കയറി പോണം? എനിക്ക് നിരഞ്ജൻ സാറിനെ ഒന്ന് കാണണം. ഇത് ജയശങ്കർ സാറിന്റെ വീടാ. ഈ മുറ്റത്ത് കാലുകുത്താൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? എനിക്ക് നിരഞ്ജൻ സാറിനെ കാണണം. എന്താ സ്വാമി? എന്താ ഇവിടെ? സാറേ, എന്താ? എനിക്ക് നിരഞ്ജൻ സാറിനെ ഒന്ന് കാണണം. ജയിലിൽ നിന്ന് ഇറങ്ങിയ വന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. തന്നെ പോലുള്ള ക്രിമിനൽസിന് കയറി വരാനുള്ള സ്ഥലമല്ല ഇത്. ഇതെന്റെ വീടാ. ഇവിടെ വെച്ച് തനിക്ക് നിരഞ്ജനെ കാണാൻ പറ്റില്ല. സാറിന് ഈ നാട്ടിലൊരു നിലയും വിലക്കുള്ളോ? നിന്നെ പോലുള്ള ജയിൽ പുള്ളികൾ ഇവിടെ വരാൻ തുടങ്ങിയാൽ അത് നഷ്ടപ്പെടും. കണ്ടിട്ട് ഉടനെ ഞാൻ പൊയ്ക്കോളാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിരഞ്ജന്റെ ക്ലിനിക് ഉണ്ടല്ലോ, അവിടെ വെച്ച് കണ്ടാ പോരെ? അല്ലെങ്കിൽ നിങ്ങൾ അയാളെ ഫോണിൽ വിളിക്കുക, എന്നിട്ടൊരു സ്ഥലം തീരുമാനിക്കുക. ഫോണിൽ വിളിച്ചിരുന്നു, അപ്പോഴാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. തനിക്ക് മലയാളം പറഞ്ഞ മനസ്സിലാവില്ല? നിരഞ്ജൻ സാറിനെ ഇവിടെ വെച്ച് കാണാൻ പറ്റില്ല. അതാണ് സാറ് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി ഇവിടെ നിന്ന് ഞാൻ പിടിച്ച് പുറത്താക്കും. എന്നാ സ്വാമി ഒന്ന് ശ്രമിക്ക്. പുറത്താക്കാൻ പറ്റുമോ നോക്കാം നമുക്ക്. പുറത്ത് നിന്റെ ഗുണ്ടായുസൊക്കെ ഗേറ്റിന് പുറത്ത്. ഇത് കാണിക്കാനുള്ള സ്ഥലമല്ല, മനസ്സിലായല്ലോ? സാർ, ഞാൻ പൊയ്ക്കോളാം. അതിനു മുമ്പ് ഞാനിവിടെ വന്നുവെന്ന് നിരഞ്ജൻ സാറിനെ ഒന്ന് അറിയിക്കണം, എന്നിട്ട് ഞാൻ പോവാം. സ്വാമി, പിടിച്ച് പുറത്താക്കണോ ഇവനെ? സ്വാമി, സ്വാമി പരുന്തിനെ തടയണ്ട. അദ്ദേഹം പറഞ്ഞിട്ട് വന്നതാ. ഇത് എന്റെ വീടാ. ഇവിടെ ആരൊക്കെ വരണം വരണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. ഡാഡി ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ സംസാരിക്കരുത്. പരുന്തും ഞങ്ങളും തമ്മിലുള്ള ബന്ധം ഡാഡിക്ക് അറിയാവുന്നതല്ലേ? അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയാ പരുന്ത് ജയിലിൽ പോയത്. അതൊന്നും എനിക്കറിയണ്ട. അറിയണം സർ, സത്യം അറിയണം. എപ്പോഴും പറയാറുണ്ടല്ലോ ഇത് സാറിന്റെ വീടാണെന്ന്. അത് ആരെ ഉദ്ദേശിച്ചാ പറയുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിരഞ്ജൻ കരുതുന്നത് പോലെ ഒരു അർത്ഥം അതിനില്ല. ഇയാളെ പോലെയുള്ള ജയിൽ പുള്ളികൾ നമ്മുടെ വീട്ടിൽ കയറി ഇറങ്ങിയാൽ നാട്ടുകാരെന്ത് പറയും? അവരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അന്തസ്സ് വിട്ട് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ നിലയും വിലയും നോക്കിയേ പറ്റൂ. സാറേ, ഇവൻ അന്ന് കുറ്റം ഏറ്റെടുത്തുകൊണ്ടാ ഞാൻ അകത്ത് പോകാതിരുന്നത്. ഇവൻ അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ചെയ്യാത്ത കുറ്റത്തിന് അകത്ത് പോകേണ്ടിയിരുന്നത് ഞാനായിരുന്നേനെ. ഇവന്റെ സ്ഥാനത്ത് ജയിൽ പുള്ളി ഞാനായനെ. അത് സാറ് സഹിക്കുമായിരുന്നു. അപ്പൊ എവിടെ പോവായിരുന്നു സാറിന്റെ അന്തസ്? ഉണ്ടെന്ന് ഡാഡി അവകാശപ്പെടുന്ന സൽപേരിന് അപ്പോ എന്ത് സംഭവിക്കുമായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്ക്. സത്യത്തില് ഡാഡിയുടെ മാനം കാത്തു സൂക്ഷിച്ചവനാ ഈ വന്ന് നിൽക്കുന്നത്. അവനോട് ഒരിക്കലും ഡാഡി ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല.
ഞാൻ ഇവിടെ താമസിക്കുമ്പോൾ എന്നെ കാണാൻ പലരും വരും. അവരെയൊക്കെ സ്ക്രീൻ ചെയ്തതിന് ശേഷം മാത്രമേ അകത്തേക്ക് കയറ്റി വിടുന്നാണെങ്കിൽ എനിക്കും പലതും ആലോചിക്കേണ്ടി വരും സർ. കയറിക്കിടക്കാൻ വീടില്ലാത്തവനൊന്നും അല്ല ഞാൻ. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള വഴികൾ സാറായിട്ട് തന്നെ ഉണ്ടാക്കി തരരുത്. അതിന്റെ ദോഷം സാറ് തന്നെ ആയിരിക്കും പിന്നെ അനുഭവിക്കേണ്ടി വരുന്നത്. വരുന്നേ വാ, നമുക്കകത്തിരുന്ന് സംസാരിക്കാം. ഇതേ ചോദിച്ചു വാങ്ങിയതാ. മിണ്ടാതിരുന്നെങ്കി അവന്റെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരുമായിരുന്നോ? കീറിപ്പൊടിയകത്ത് ഞാൻ പോവാ. ഞാൻ ഗതിയില്ലാത്തവളാണല്ലോ. അതുപോലല്ല ആ നിരഞ്ജൻ. ഒന്ന് പറഞ്ഞ 10 അവൻ തിരിച്ചു പറയും. ദേ, അവനെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത്. എന്താ സിധു? എന്താ അത്? സഞ്ചയനത്തിന് വേണ്ട സാധനങ്ങളാ. നന്നായി, ഞാൻ പോയി വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. വേണ്ടായിരുന്നു. എന്ത്?